കാരണം സിനിമാ കഥയെ വെല്ലുന്ന വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം ഒരു ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടാകുന്നു. അവിടെ ഫയർഫോഴ്സും പോലീസും എത്തുമ്പോൾ കണ്ടത് നോട്ടുകെട്ടുകൾ കൊണ്ടുള്ള വലിയ കൂമ്പാരമാണ്. നമ്മുടെ സാധാരണക്കാരുടെ വലിയ പ്രതീക്ഷയാണ് ഇത്തരം ജുഡീഷ്യറി. അതെന്തുകൊണ്ട് ഇങ്ങനെ അധപ്പതിച്ചു പോയി? അല്ലാതെ ദീർഘമായ ചോദ്യമാണ്. ഒന്ന്, ജുഡീഷ്യറി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളാണ്. ഒന്ന് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്. അപ്പോൾ പ്രഥമ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ് തന്നെ കറപ്ഷൻ വന്നു. മുന്ദ്ര അഴിമതി കേസ് ജവഹർലാൽ നെഹ്റുവിലെ ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരായിട്ടാണ്. അപ്പോൾ പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയ്ക്കെതിരെ തന്നെ അഴിമതി ആരോപണം വന്നു. പിന്നെ എക്സിക്യൂട്ടീവ്. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് പണ്ടും കറപ്റ്റാണ്, ഇപ്പോഴും കറപ്റ്റാണ്. ആ കറപ്ഷൻ പരിഹരിക്കാനായിട്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു പരിധി വരെയെങ്കിലും ഈ കറപ്ഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. അവരെ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ടുവന്നു. അപ്പോൾ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒരു പരിധി വരെയെങ്കിലും ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വിവരം തേടാനുള്ള അവസരമെങ്കിലും ഉണ്ടായി. പിന്നീട് വന്ന എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകളൊക്കെ RTA റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ കരുത്ത് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിർഭാഗ്യകരമായ കാര്യമാണ്, അത് പറയാതിരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ആ ഗവൺമെൻറ് UPA ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ റൈറ്റ് ടു ഇൻഫർമേഷനാണ്. കാരണം ഞാനീ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ലെജിസ്ലേച്ചർ കറപ്റ്റായി, എക്സിക്യൂട്ടീവ് ആദ്യം തൊട്ടേ കറപ്റ്റാണ്, ഇപ്പോഴും കറപ്റ്റാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഈ കറപ്ഷൻ വർദ്ധിച്ച് നാളെയും കറപ്റ്റാവും. അപ്പോൾ ശമ്പളം അവർക്ക് നിക്ഷേപിക്കാൻ അവർക്ക് ഒരു സേവിങ്സ് ആയിട്ട് മാറ്റുകയും കിമ്പളം അവരുടെ അവകാശമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണുള്ളത്. ഏത് ഉദ്യോഗസ്ഥന്മാരെ കറപ്റ്റ് അല്ലാതെ? ഒരു കാലഘട്ടത്തിൽ IAS കറപ്റ്റ് അല്ലായിരുന്നു. ഇപ്പോൾ IAS IPS വരും കറപ്റ്റാണ്. അപ്പോൾ കറപ്ഷൻ വളരെ മാരകമായ ഒരു രോഗമായി ഇന്ത്യൻ ജനാധിപത്യത്തെ ബാധിച്ചിരിക്കുകയാണ്. അത് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചത്. ജുഡീഷ്യറി കറപ്ഷൻ ഫ്രീ ആയിരുന്നു ഒരു കാലഘട്ടം വരെ. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ജുഡീഷ്യറി കറപ്റ്റാകാൻ തുടങ്ങി. കേരളത്തിൽ നിന്ന് പോയ ഒരു ചീഫ് ജസ്റ്റിസ് വളരെ കുപ്രസിദ്ധനായ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല. ഒരുപാട് ചീഫ് ജസ്റ്റിസുമാരുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്, അവരെ ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ ശിക്ഷിക്കപ്പെടായിരിക്കും അവർ ഈ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്ത ഒരു ടീമായി അവിടെ നിൽക്കുന്നതാണോ? അതല്ല, ഇവിടുത്തെ ജുഡീഷ്യറിയുടെ ഒരു പ്രത്യേകത, ജുഡീഷ്യറിക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ജുഡീഷ്യറി ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറേ കൂടെ ജുഡീഷ്യറിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തേ ഗവൺമെൻറ്റുകൾ നിൽക്കാറുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കാം, ഇന്ത്യൻ പ്രസിഡന്റിനെ വിമർശിക്കാം, ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. പക്ഷേ ജുഡീഷ്യറിയെ വിമർശിക്കാൻ പറ്റില്ല. കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. വിധിന്യായത്തെ നമുക്ക് വിമർശിക്കാം, ആ വിധിന്യായം വായിച്ച ജഡ്ജിയെ വിമർശിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷേ ഇന്നത്തുള്ള കാര്യം, നമ്മുടെ ജുഡീഷ്യറിയെ ജനങ്ങൾ ആദരിക്കേണ്ടത് ഈ ഭീഷണിയുടെ പുറത്താണ്. അതായത് ഞങ്ങളെ ആദരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ, കോടതി അലക്ഷ്യത്തിൽ ജയിലിലാക്കും എന്ന് ഭീഷണിയിലല്ലല്ലോ ജുഡീഷ്യറി നിൽക്കേണ്ടത്. ജുഡീഷ്യറി അതർവൈസ് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ വിധിന്യായങ്ങൾ കൊണ്ട്, ന്യായാധിപന്മാരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ സംസ്കാരം കൊണ്ട് ജനതയുടെ ബഹുമാനം ആർജിക്കേണ്ടവരാണ് ന്യായാധിപന്മാർ. അല്ലാതെ ഈ നിയമത്തിൻ്റെ പേരിൽ, അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള നിയമത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഉത്തര കൊറിയയിലെ കിം ഇൻ ജൂങ്ങും പിന്നെ നമ്മുടെ ജഡ്ജിമാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവിടെ ഭയന്നാണ് പിന്നെ കിമ്മിനെ ആളുകൾ ബഹുമാനിക്കുന്നത്. ഇവിടെ ജഡ്ജിമാരെ ഭയന്നല്ലേ ബഹുമാനിക്കേണ്ടത്, ജുഡീഷ്യറിയുടെ സംരക്ഷകരായിട്ട് വേണം ബഹുമാനിക്കാൻ. കുറേ കാലമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി വളരെ കറപ്റ്റാണ്. കറപ്റ്റായിട്ടുള്ള ആളുകൾക്ക് ചീഫ് ജസ്റ്റിസുമാരായിട്ടും പലപ്പോഴും നാം ശ്രദ്ധിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട പല കേസുകളും ജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, പൊതുസമൂഹം എന്താണോ പ്രതീക്ഷിക്കുന്നത്, അതിൽ നിന്ന് വിപരീതമായാണ് പല കേസുകളും ഇത്തരം ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിധികൾ. അതെല്ലാം ഇത്തരം സ്വാധീനങ്ങൾ കൊണ്ടായിരിക്കും. അല്ല, അത് മാത്രമല്ല. കാരണം നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് ജുഡീഷ്യറിക്കുള്ളതാണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ ഹീസ് എ ബോൺ ക്രിമിനൽ. അവനൊരു ക്രിമിനലാണ്. അവന് ഒരു സൗമ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിലിട്ട് റേപ്പ് ചെയ്ത് കൊന്നതാണ്. അവനെ സെഷൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു, ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ സെഷൻ കോടതിയും ഹൈക്കോടതിയും അന്നത്തെ IPC അനുസരിച്ചല്ലേ വധശിക്ഷയ്ക്ക് വിധിച്ചത്. സുപ്രീം കോടതി ചെന്നപ്പോഴേ അവനെ ജീവപര്യന്തം ജയിലിലിട്ടേക്കാൻ പറഞ്ഞു. ഈ കൊടും ക്രിമിനലിനെ ജീവപര്യന്തം ജയിലിടുമ്പോഴെന്താണ്? നമ്മുടെ പണം, നമ്മുടെ നികുതി പണം കൊടുത്തൊരു ക്രിമിനലിനെ, ഒരു കൊടും ക്രിമിനലിനെ ഗവൺമെൻറ് സംരക്ഷിക്കുക. എന്ത് പർപ്പസിനാണിത്? ഇപ്പോൾ ഗോവിന്ദസ്വാമി ഇന്നലൊരിക്കൽ ഒരു TV എന്തോ കാര്യത്തിനായിട്ട് വന്നപ്പോൾ കാണിച്ചു.
അയാൾ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ നല്ല മിടുമിടുക്കാനായിട്ട് അവിടെ നടക്കുന്നു. ഒരു പെണ്ണിനെ കൊന്നിച്ച് അവനോട് ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട നിസ്സഹായ ഒരു പെണ്ണിനെ കൊന്നവന്, ഒരു കൊച്ചു പെൺകുട്ടിയെ കൊന്നവന് ഒരു മിടുക്കനായിട്ട് ജയിലിൽ കഴിയുക 3 നേരം മട്ടൺ ഫ്രൈയും ചിക്കൻ റോസ്റ്റും ഒക്കെ കഴിച്ചിട്ട്. ഇവനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജുഡീഷ്യറി ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടവന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ ക്രമസമാധാന നില തകർത്തതിനകത്ത് വലിയൊരു പങ്ക് നമ്മുടെ ജുഡീഷ്യറിക്കുണ്ട്. കാരണം വളരെ ലീനിയൻ്റാണ് നമ്മുടെ ഈ ഏത് കൊടും ക്രിമിനലിനോട്. ഏത് കേസ് ചോദിച്ചാലും അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ പറയുന്ന റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ലെന്ന്. ഒരു 4 പേരെ കൊന്നാലും റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല. ഒരുത്തൻ ജയിലിൽ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുറ്റത്തിന് പോകുന്നു, ജാമ്യത്തിൽ ഇറങ്ങി വന്ന് കൊന്നാലും റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല. ഇനി റെയറസ്റ്റ് ഓഫ് റെയർ കേസ് വേണമെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടെ ഒരു കൊലപാതകം നടത്തി. പൊതുസമൂഹത്തിലും ഇത്തരം മനുഷ്യാവകാശ സംഘടനകളും ഒരു മനുഷ്യാവകാശ പ്രശ്നവും ഉന്നയിച്ച ഒരു സമൂഹവും വളർന്നു വരുന്നുണ്ടല്ലോ. ഈ മനുഷ്യാവകാശ സംഘടനകൾ ആരുടെ മനുഷ്യാവകാശം സംരക്ഷിച്ചിട്ടുള്ളത്? അവർ ക്രിമിനൽസിൻ്റെ മനുഷ്യാവകാശം സംരക്ഷിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശ സംഘടനകൾ നമ്മൾക്ക് വലിയ ബാധ്യതയാണ്. അവർ സംഘടിതരായ സമ്പന്നന്മാരുടെ മനുഷ്യാവകാശമേ സംരക്ഷിച്ചിട്ടുള്ളൂ. മനുഷ്യാവകാശ സംരക്ഷണം അല്ല ഇവിടെ പ്രശ്നം, ജുഡീഷ്യൽ കറപ്ഷനാണ് പ്രശ്നം. ഇപ്പോൾ ജുഡീഷ്യറിയിൽ ഈ കറപ്ഷൻ വന്നു. ഇപ്പോൾ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിയുടെ വീട്ടിലൊരു മുറി തുറന്നപ്പോൾ മുറിയിൽ നോട്ടിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിനെ വെള്ളപൂശാൻ ശ്രമം നടത്തുകയാണ്. ഇന്നത്തെ ഈ വാർത്ത കാണുന്നത് അങ്ങനല്ല ഇങ്ങനല്ല ന്യായീകരണം പറഞ്ഞ്. ഈ ന്യായീകരണം പറഞ്ഞ ഈ കൊടും കുറ്റവാളിയാണ് ഇയാളെങ്കിൽ ഇയാളെ ജയിലിലടയ്ക്കല്ലേ ചെയ്യേണ്ടത്? ഇതിനെ മറയ്ക്കാൻ ഗവൺമെൻറ്റോ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറോ ആര് ശ്രമിച്ചാലും ശരി, ഈ അഴിമതിയുടെ സൂര്യനെ പഴമുറം വെച്ച് മറയ്ക്കാൻ പറ്റില്ല. ഇന്ത്യൻ ജുഡീഷ്യറി കുറേ കാലമായി കറപ്റ്റാണ് എന്ന് വ്യാപകമായ ആരോപണം നേരിടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. കുറച്ചു കാലം മുമ്പ് ക്രൈം എന്ന് പറയുന്ന ഒരു ചാനൽ, അവർക്കൊരു മാസികയുണ്ട്, ക്രൈം നന്ദകുമാർ. ക്രൈം നന്ദകുമാർ അഴിമതിക്കാരായ ജഡ്ജിമാരുടെ ഫോട്ടോ സഹിതം കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല ക്രൈം നന്ദകുമാറിനെതിരെ, ഒരു നടപടി ഉണ്ടായില്ല. കാരണം ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ തെളിവുകൾ വെച്ചാണ്. പ്രശാന്ത് ഭൂഷൺ ജഡ്ജിയുമായി അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുത്തു. കാരണം ഓപ്പൺ കോർട്ടിൽ അദ്ദേഹം പറഞ്ഞ ചില അഭിപ്രായ പ്രകടനങ്ങളാണ്. ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പ്രശാന്ത് ഭൂഷണെ ശിക്ഷിച്ചത് 1 രൂപ. അതായത് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നിയമവിദഗ്ധനായ ഒരാൾ കണ്ടംപ്റ്റ് കോടതി ഇലക്ഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയത് 1 രൂപ. ഇവിടെ എം വി ജയരാജൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, അദ്ദേഹം നിയമവിശാരദനൊന്നുമല്ല. എം വി ജയരാജൻ ഒരു മോശമായ കമൻറ്റ് ഒരു ന്യായാധിപനെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജയിലിലടച്ചു. ഇത് ഇരട്ടത്താപ്പല്ലേ? പ്രശാന്ത് ഭൂഷൺ ഇവിടെ നിൽക്കുന്നു, നിയമവിദഗ്ധനായ പ്രശാന്ത് ഭൂഷൺ ഇവിടെ നിൽക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായ എം വി ജയരാജൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിന് 2 സമീപനമല്ലേ കോടതി സ്വീകരിച്ചത്? ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ജുഡീഷ്യറി മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നിയമലംഘനത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് മഹാത്മാഗാന്ധി കൊണ്ടത്. അപ്പോൾ 10 പേര്, 100 പേര്, 1000 പേരെ അവർക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ജയിലിലിടാൻ പറ്റും. പക്ഷേ ജുഡീഷ്യറിക്കെതിരായിട്ട് വലിയൊരു മൂവ്മെൻറ്റ് വന്നാൽ ജുഡീഷ്യറി എന്ത് ചെയ്യും? അപ്പോൾ ജുഡീഷ്യറി ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ ജസ്റ്റിസിന് പഴയ സമൂഹം കൊടുത്തിരുന്ന ഒരു മൂല്യം ഇന്നത്തെ ജസ്റ്റിസുമാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ജനങ്ങളല്ല, മറിച്ച് അതിൻ്റെ ഒരു മൂല്യബോധം നഷ്ടപ്പെട്ട ജുഡീഷ്യറിയാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ന്യായാധിപൻ. അദ്ദേഹത്തെ വെള്ളപൂശാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നുള്ള കാര്യം. ഈ സർക്കാരുകൾക്കൊന്നും ഇതിനൊരു തടയിടാൻ ശ്രമിക്കാൻ കഴിയില്ല. സർക്കാരിന് സാധിക്കില്ലെന്ന് ചോദിച്ചാൽ സർക്കാരിന് സാധിക്കും. അഴിമതിക്കാരായ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യണം. അതിനുള്ള ഇച്ഛാശക്തിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാകണം. 3/2 ഭൂരിപക്ഷം വേണം. നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ ഗൗരവമായി എടുക്കണം ഇങ്ങനെയുള്ള ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാൻ. ജസ്റ്റിസ് രാമസ്വാമിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്നു, അവസാന നിമിഷം അതൊരു ഒത്തുതീർപ്പിൽ അത് തീർന്നു. യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്നാലും അവസാനം ഒത്തുതീർപ്പിൽ തീരും. കൈക്കൂലി വാങ്ങിക്കേണ്ട ജഡ്ജി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കും, അതിലൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത്തരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന അഴിമതിക്കാരായ ജഡ്ജിമാർ ജുഡീഷ്യറിയെ മലിനമാക്കി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ന് ജുഡീഷ്യറിക്ക് കൊടുക്കുന്ന മൂല്യം നഷ്ടപ്പെട്ടിട്ട് ജസ്റ്റിസ് എന്ന്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പല വിധികൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇടയ്ക്ക് ഇന്നലെ വരുന്ന അലഹബാദ് കോടതിയുടെ വിധി സാറ് ശ്രദ്ധിച്ചിരിക്കും. ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു അങ്ങനെ ഇത്തരം വിവാദ ഈ വിധികൾ ഉണ്ടാകുമ്പോൾ അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ലേ? അത് ജഡ്ജിമാർക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. കാരണം ജഡ്ജി എങ്ങനെ വിധി പറയണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു ജഡ്ജിയെ അതാണ് ഞാൻ പറഞ്ഞത്, ഗോവിന്ദച്ചാമിയെ ഒരു ക്രിമിനലായി സെഷൻ കോടതിയും ഹൈക്കോടതിയും കണ്ടപ്പോൾ ഗോവിന്ദച്ചാമിയിൽ വേറെ എന്തോ ഒരു മൂല്യം സുപ്രീം കോടതി ജഡ്ജി കണ്ടുകൊണ്ടല്ലേ ആ ക്രിമിനലിനെ നമ്മൾ സംരക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പണ്ട് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ ഒരുത്തൻ റേപ്പ് ചെയ്ത് കൊന്നു. അവനെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിലിറങ്ങി. ഈ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണന്
ഒരു തേക്കുമായിട്ട് ചെന്നിട്ട് അവനെ വെടിവെച്ച് കൊന്നു. പോലീസ് കീഴടങ്ങി. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ മകളെ കൊന്നവന് ഒരു ശിക്ഷ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല, ഒരു ശിക്ഷ അവന് കിട്ടാൻ പോകുന്നില്ല, ഞാൻ ആ ശിക്ഷ നടപ്പാക്കി. ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾ സ്വയം ശിക്ഷ നടപ്പാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടവനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ നമ്മുടെ ജുഡീഷ്യറിക്ക് പറ്റുന്നില്ല എങ്കിൽ ജുഡീഷ്യറി പരിപൂർണ്ണ പരാജയം മാത്രമല്ല, രാജ്യത്തെ കലാപത്തിലേക്ക് നയിക്കും. 2, നമ്മുടെ രാജ്യത്തെ കൊളീജിയം സിസ്റ്റം വളരെ കാലഹരണപ്പെട്ടതും അനാവശ്യമായ സിസ്റ്റമാണ്. യശ്വന്ത് വർമ്മയെ എടുത്തതും കൊളീജിയമാണ്. ഈ അഴിമതിക്കാരെ ജഡ്ജിമാരെ മുഴുവൻ എടുത്തതും കൊളീജിയമാണ്. അപ്പം മക്കളെയും മരുമക്കളെയും ഒരു ജഡ്ജി എടുത്താൽ ആ ജഡ്ജിയുടെ മക്കളെയും മരുമക്കളെയും മറ്റൊരു ജഡ്ജി എടുക്കുന്ന വിധത്തിൽ കൊളീജിയം അധപ്പതിച്ചു. ഈ കൊളീജിയം സംവിധാനം പരിപൂർണമായി തുടച്ചു മാറ്റിയിട്ട് ഇന്ന് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം, കൊളീജിയം എന്ന് പറയുന്നൊരു സംവിധാനം ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ജഡ്ജിമാരെല്ലാം കൂടെ ചേർന്നിരുന്ന് അവർക്കിഷ്ടമുള്ളവർ ജഡ്ജിമാരെ നിയമിക്കുക. ആരെ നിയമിക്കുന്നു, എന്ത് നിയമിക്കുന്നു, അയാളുടെ ക്രെഡൻഷ്യൽ എന്താണ്, അയാളുടെ മെറിറ്റ് എന്താണെന്നും സമൂഹം അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ IAS കൂടെ IAS എടുത്താൽ പോരെ. ഡോക്ടർമാരെല്ലാം കൂടെ ഡോക്ടർമാരെ എടുക്കണം. എഞ്ചിനീയർമാരെല്ലാം കൂടെ എഞ്ചിനീയർമാരെ. ഏറ്റവും നല്ല എഞ്ചിനീയറെ ആരാണെന്ന് കഴിക്കാൻ എഞ്ചിനീയർക്കല്ലേ പറ്റുള്ളൂ. അല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നിരിക്കുന്ന എല്ലാവർക്കും പറ്റില്ലല്ലോ. നല്ല ഡോക്ടറെ കണ്ടെത്താൻ ഡോക്ടർക്കല്ലേ പറ്റുള്ളൂ. ഈ കൊളീജിയം എന്ന് പറയുന്നത് വളരെ അശാസ്ത്രീയമാണ്. ഈ കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം പിരിച്ചുവിടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ യശ്വന്ത് വർമ്മയുടെ ഈ കേസ്. ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇക്കാര്യത്തിൽ ഇടപെട്ടു. ആരിടപെട്ടു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ജുഡീഷ്യറി വളരെ വേഗം പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ കേസ് മലക്കം മറിയുകയാണ് കണ്ടിട്ട്. അതെ, ഇത് കേസ് മലക്കം മറിയുന്നെന്ന് മാത്രമല്ല, നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു അന്തസ്സും ആഭിജാത്യവും നഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ജുഡീഷ്യറി തന്നെ മുൻകൈ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ അവസാനത്തെ കച്ചിത്തുരുമ്പായ ജുഡീഷ്യറിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.